ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഉണക്ക ചെമ്മീൻ്റെ പിക്കിളാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ഉണക്കിയ ചെമ്മീനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ചെമ്മീനൊക്കെ തലകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതിനൊന്നും തല കളഞ്ഞിട്ടില്ല കേട്ടോ. അത് നല്ല എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും, നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെമ്മീനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു പാകമായി വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പാകമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേറൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഞാനിത് അധികം എടുത്ത് വെക്കില്ല, അതുകൊണ്ടാണ് ഓയിൽ യൂസ് ചെയ്തത്. നല്ലെണ്ണയാണ് കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. അത് ഏകദേശം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പിക്കിൾ പൗഡറാണ് കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ അതിലിട്ടിട്ട് കരിഞ്ഞ് പോകാത്ത രീതിയിൽ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചും കൂടി എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുക്കണേ. എന്നിട്ട് പാകത്തിൽ ഉപ്പിട്ട് നമ്മൾ ചെമ്മീനയിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനയിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കണം കേട്ടോ. നല്ല മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് വെക്കുക. നല്ല പാകമായിട്ടുണ്ടോ നോക്കുക. ഇടുന്നതിൻ്റെ മുന്നേ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി വാരി വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോഴേ ശരിയാവുള്ളൂ. ഞാൻ വിനാഗിരി ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്ക് ഇടാൻ പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.